അങ്ങനെയാണ്. ഇപ്പൊ 6 സിസ്റ്റം ഓഫ് ഫിലോസഫിയിൽ 3 അഗ്നോസ്റ്റിക് ആണ്, എത്തിസ്റ്റിക് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പലത്തിൽ പോവാം, വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് ശിവനെ ആരാധിക്കാം, രാവിലെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇഷ്ടമായില്ലെങ്കിൽ വിഷ്ണുവിനെ ആരാധിക്കാം. നിങ്ങൾ ആരെ ആരാധിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോനിയ അമ്പലത്തിൽ പോവാം, എല്ലാ കഥയും തെറ്റാണെന്ന് പറയാം, വേദങ്ങളെല്ലാം തെറ്റാണെന്ന് പറയാം. എന്നിട്ട് എത്രയോ ഋഷിമാരുണ്ട് വേദം മുഴുവൻ തെറ്റാന്ന് പറഞ്ഞത്. വേദം മാത്രമാണ് ശരി, ബാക്കി പുരാണങ്ങളൊക്കെ തെറ്റാന്ന് പറഞ്ഞവരുണ്ട്. ദയാനന്ദ സരസ്വതിയെ പോലെ എല്ലാ ഭാഗത്തും അക്സെപ്റ്റഡ് ആണ്. വാൽമീകി രാമായണം തന്നെ 3 വേർഷൻ കിട്ടിയിട്ടുണ്ട്. 3 വേർഷൻസ് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു നോർത്ത് വെസ്റ്റേൺ വേർഷൻ ഉണ്ട്, ഒരു സൗത്ത് ഇന്ത്യൻ വേർഷൻ ഉണ്ട്, ഒരു ഈസ്റ്റേൺ വേർഷൻ ഉണ്ട്. സംസ്കൃതത്തിൽ തന്നെ 3 വേർഷൻ ഉണ്ട് കിട്ടിയേക്കുന്നത്. ഈ 3 തമ്മിൽ 30-40% വ്യത്യാസമുണ്ട്. ഇതൊക്കെ കൊണ്ടുവരാമെന്നാണ് ബേസിക്കായിട്ട് ഈ ബുക്കിൽ. പൊതുവേ മലയാള കാവ്യാന്തരീക്ഷം അതിനാടകീയവും അതികാൽപ്പനികവും അല്ലെങ്കിൽ അതിവിപ്ലവം ഉള്ളതുമായ ഒരു കാവ്യഭാഷ നിറഞ്ഞാടിക്കൊണ്ടിരുന്ന ഒരു കാലമാണ്. പൊതുവെ എല്ലാം ആയിട്ട് തോന്നിയിരുന്ന ഒരു കാലമാണ്. അങ്ങനെ ഒരു കാലത്ത് ആ ഭാഷ എനിക്ക് മതിയാകുമായിരുന്നില്ല. ഉറക്കെ ശബ്ദിച്ച് അടഞ്ഞു പോയൊരു തൊണ്ടയാണ് ഞാനെന്നൊരു കവി. അതെ 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 അങ്ങനെ ഉറക്കെ ശബ്ദിച്ച് അടഞ്ഞു പോകുന്ന തൊണ്ടകളുടെ ഒരു കാലത്ത് ആണ് ഞാൻ എഴുതി തുടങ്ങുന്നത്. എനിക്ക് എഴുതേണ്ടിയിരുന്നത് എൻ്റെ കുഞ്ഞു ചെറിയ 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 കാര്യങ്ങളാണ്. അത് എഴുതാൻ ഒരു കുഞ്ഞു ഭാഷ എനിക്ക് ഉണ്ടാക്കേണ്ടിയിരുന്നു. അതിന് മാതൃകകൾ അധികം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ തന്നെ പറയാം എന്ന് തോന്നുന്നു. എന്തായാലും ശരി, അതുകൊണ്ട് തന്നെ എൻ്റെ കവിതകൾ ചെറുതായി പോയി ഒരുതരം ന്യൂനോക്തിയിലേക്ക് അതങ്ങനെ വഴുതി 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 വന്നു. മൗനത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു ഭാഷ. ഉൾവലിഞ്ഞ് ഞാൻ എൻ്റെ എല്ലിൽ ചെന്നു തട്ടി. അതെ, കവിത എന്നാണ് കവിതയുടെ പേര്.